പീപ്പിളിന്റെ പ്രേക്ഷകർക്ക് സ്വപ്നങ്ങളുടെ യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ട്രാവൽ ചെയ്ത് എത്തിയിരിക്കുന്നത് മാഞ്ചസ്റ്റർ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന കോയമ്പത്തൂരിലാണ്. ഇവിടെ കോയമ്പത്തൂരിൽ ഒട്ടേറെ മലയാളികളുണ്ട്. മോർ ദാൻ 5 lakhs ഓഫ് മലയാളീസ് ആർ ലിവിങ് ഇൻ കോയമ്പത്തൂർ. ഇൻ ഓൾഡർ ഡേയ്സ് ഈ കോയമ്പത്തൂർ എന്ന് പറയുന്ന പേരല്ലാതെ കോയൻ മുത്തൂർ എന്നാണ് അറിയപ്പെടുകയുണ്ടായി. ഈ കോയൻ മുത്തൂർ എന്ന് പറയുന്നത് ഇരുളർ ട്രൈബൽ ലീഡറിൻ്റെ പേരും വെച്ചിട്ടും കോണിയമ്മൻ പുത്തൂർ എന്നും അറിയപ്പെടുകയുണ്ടായി. ഇവിടെ ഏറ്റവും പ്രശസ്തമായ കോണിയമ്മൻ ടെമ്പിൾ, ഭഗവതി ക്ഷേത്രം, ആ പേരിലും അറിയപ്പെടുന്നുണ്ടായിരുന്ന ഈ കോയമ്പത്തൂർ പിന്നീട് കോവൈ പുത്തൂറായിട്ട് മാറുകയും അതിൻ്റെ അപ്പുറം കോയമ്പത്തൂരായി മാറുകയുണ്ടായി. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ഇവിടെ ഒരു ഇൻഡസ്ട്രി ഹബ്ബാണ് എന്ന് പറയാം. ആദ്യം തുടക്കം കോയമ്പത്തൂരിലുണ്ടായിരുന്ന ഇൻഡസ്ട്രിയാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അവിടുന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ് ഒട്ടേറെ ഇൻഡസ്ട്രീസ്. ഇന്ന് ഈ കോയമ്പത്തൂർ നഗരത്തിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഉണ്ട്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഉണ്ട്, മാത്രമല്ലാതെ സ്റ്റീൽ ആൻഡ് അലുമിനിയം ഫാബ്രിക്കേഷൻ ഇൻഡസ്ട്രീസ് ഉണ്ട്. ഇന്നത്തെ ഏറ്റവും അഡ്വാൻസ് ടെക്നോളജിയായ IT ഇൻഡസ്ട്രീസ് ഉണ്ട്. മാത്രമല്ലാതെ നമുക്ക് ഒട്ടേറെ ഫൗണ്ടറീസും ഉണ്ട്. ഈ കോയമ്പത്തൂർ നഗരത്തിൽ നല്ലവരായ ഒത്തിരി മലയാളികൾ ജീവിക്കുന്നുണ്ട്. ഈ മലയാളികൾ ഇവിടെ ബിസിനസ്സുകാരാണ്, ഈ മലയാളികൾ ഇവിടെ വ്യവസായികളാണ്, ഈ മലയാളികൾ ഇവിടെ ജോലിയും ചെയ്യുന്നുണ്ട്. ഈ കോയമ്പത്തൂരിൽ ഉറങ്ങിക്കിടക്കുന്ന ഹിസ്റ്ററി ഒത്തിരി ഉണ്ട്. ആ ഹിസ്റ്ററിയും തെരഞ്ഞുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ യാത്രയായിട്ട്, സ്വപ്നങ്ങളുടെ യാത്രയായിട്ട് തുടരാൻ പോകുകയാണ്. ഞങ്ങൾ ട്രാവൽ ചെയ്ത് എത്തിയിരിക്കുന്നത് ഇപ്പോൾ കോയമ്പത്തൂരിലാണ്. കോയമ്പത്തൂരിൽ വളരെ ഫേമസ് ആയ ഒരു സ്ഥലമാണ്, ഒരു റോഡാണ് ഈ അവിനാശി റോഡ്. അവിനാശി റോഡിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. കോയമ്പത്തൂർ ബിസിനസ് വൈസ് ആയാലും ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ആയാലും നല്ല ഒരു സ്പീഡിൽ ഡെവലപ്പ് ആവുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. മാത്രമല്ലാതെ കോയമ്പത്തൂരിന് ഈ സ്ട്രെച്ച് റോഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ റോഡാണ്. ബിക്കോസ് ഈ റോഡിലാണ് ഒട്ടേറെ കോളേജസും ഒട്ടേറെ മെഡിക്കൽ ഹോസ്പിറ്റൽസും മാത്രമല്ലാതെ നമ്മുടെ എയർപോർട്ട്, പല സ്ഥലങ്ങൾക്ക് ചെല്ലാനുള്ള ഇന്റർനാഷണൽ ഡൊമസ്റ്റിക് എയർപോർട്ട് എവിടെയാണോ ഉള്ളത് ഈ റോഡിൽ. ഈ റോഡ് ചെന്നെത്തുന്നത് സേലം വഴിക്ക് നമുക്ക് ബാംഗ്ലൂർ ചെല്ലാം. നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ് ആയ കർണാടകനെ ടച്ച് ചെയ്യും. മാത്രമല്ലാതെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ കേരളം മൊത്തത്തിൽ ഫസ്റ്റ് പ്ലേസ് ആയ പാലക്കാട് ടച്ച് ചെയ്യാൻ പറ്റും. സോ കോയമ്പത്തൂർ ഇസ് മെൻ ഫോർ 3 important ഫാക്ടേഴ്സ് എന്ന് തന്നെ പറയാം. ബിക്കോസ് ഇവിടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ വൈസ് മാത്രമല്ലാതെ ബിസിനസ് അല്ലാതെ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ സെക്ടർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സിറ്റി എന്ന് തന്നെ നമ്മൾ കോയമ്പത്തൂരിനെ പറയാം. ഇൻഡസ്ട്രിയൽ സിറ്റി മാത്രമല്ലാതെ ബെസ്റ്റ് എഡ്യൂക്കേഷണൽ ഹബ്ബാണ് കോയമ്പത്തൂർ. ആൻഡ് വൺ മോർ തിങ്, നിങ്ങൾക്ക് ഇവിടെ ഇല്ലാത്ത ഹോസ്പിറ്റൽസ് ഇല്ല എന്ന് തന്നെ പറയാം. ബിക്കോസ് ഓൾ ഹോസ്പിറ്റൽസ് ആർ വെൽ എക്യുപ്ഡ് ആൻഡ് വെൽ സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് തന്നെയാണ് കോയമ്പത്തൂർ മെഡിക്കൽ സിറ്റി, ബെസ്റ്റ് മെഡിക്കൽ സിറ്റി എന്നും കൂടി അറിയപ്പെടുന്നത്. എനിവേസ് നമുക്ക് വീണ്ടും കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്, ചെല്ലാം. ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ മുന്നിലാണ്. ദിസ് യൂണിവേഴ്സിറ്റി ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയാം. 1906 സ്ഥാപിച്ച യൂണിവേഴ്സിറ്റിയാണ് ഈ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. ദിസ് ഇസ് നമ്പർ 1 യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ. ബിക്കോസ് ഇതിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ടെക്നോളജി വൈസ് ആസ് വെൽ ആസ് ഇൻഡസ്ട്രിയൽ വൈസ് വെൽ ഡെവലപ്ഡ് യൂണിവേഴ്സിറ്റിയാണ് ഈ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. ഇത് അറിഞ്ഞുകൊണ്ടാണ് കേരളത്തിന് ഒട്ടേറെ സ്റ്റുഡൻസ് ഇവിടെ വന്ന് പഠിക്കുന്നത്. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി വി ഹാവ് ഗ്രേറ്റ് പേഴ്സൺസ് ലൈക്ക് മിസ്റ്റർ MS സ്വാമിനാഥൻ, നമ്മുടെ സയൻറ്റിസ്റ്റ്, നമ്മളെല്ലാവർക്കും അറിയാം. ആൻഡ് ഡോക്ടർ രാമയ്യ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഓൾഡ് സ്റ്റുഡൻസ് ആണ്. ഇതാണ് മനോഹരമായ വികസനത്തിൻ്റെ കോയമ്പത്തൂർ. അനവധി ചരിത്രമുള്ള ഈ കോയമ്പത്തൂരിനെ കുറിച്ച് അനവധി കഥകളും പറയാനുണ്ട്.
പക്ഷെ ആ കഥകൾ നിങ്ങൾക്കായിട്ട് വരുന്നത് അടുത്ത എപ്പിസോഡിലാണ്. നമ്മളിപ്പോൾ മൂവ് ചെയ്യാണ് നെക്സ്റ്റ് സെഗ്മെൻറ്റിലേക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം അടുത്ത സെഗ്മെൻറ്റ് ഒരു ഇൻ്റർവ്യൂ ആയിരിക്കുമെന്ന്. ഈ കോയമ്പത്തൂരിൽ കണ്ടെടുത്ത ഒരു മുത്ത്, ഒരു മലയാളിയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് ഇൻ ദ നെക്സ്റ്റ് സെഗ്മെൻറ്റിൽ. ഹീസ് എ ബിഗ് ഇൻഡസ്ട്രിയലിസ്റ്റ്, ഹീസ് സച്ച് എ ബിഗ് സോഷ്യൽ ആക്ടിവിസ്റ്റ്, ഹീസ് സച്ച് എ ബിഗ് ഹ്യൂമൻ ബീയിങ്. ചാരിറ്റി വർക്ക് ചെയ്യുന്ന ഒരു നല്ല വ്യക്തിയാണ്, ഒട്ടേറെ ഡെസിഗ്നേഷൻസ് ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ബട്ട് ഐ എം ജസ്റ്റ് ഗോയിങ് ടു കീപ് ദാറ്റ് എ സസ്പെൻസ്. അത് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. ഐ എം ജസ്റ്റ് ഗോയിങ് ടു ടേക്ക് you to him. Until that, a small break.